കരളെ കരളിന്റെ കരളെ തുടങ്ങിയ മലയാള സിനിമയിലെ നിരവധിയായ സിനിമാ ഗാനങ്ങളുണ്ട്. കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വളരെ നിരവധിയായ ടോക്സിൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ കരളിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ഡയറ്റ് അഥവാ കൃത്യമായ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പുറത്തു നിന്ന് കഴിക്കുന്ന വളരെ മോശപ്പെട്ട ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡോ എന്നിവയൊക്കെ കഴിക്കുമ്പോൾ അവ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പണി കൊടുക്കുന്നത് നമ്മുടെ കരളിനാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണശീലം സ്വായത്തമാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നതിന്, വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് വെള്ളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് നമ്മൾ കൃത്യമായ തോതിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് നമുക്ക് എല്ലാവരും കരളിനെ സംബന്ധിച്ച് അറിയാം, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളതാണ്. മദ്യപാനത്തിനും ഏറ്റവും കൂടുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരുന്നുകളാണ്. പലപ്പോഴും നമുക്കറിയാം, മലയാളികളായിട്ടുള്ള ആളുകൾ എല്ലാവരും സ്വയ ചികിത്സ നടക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നിരവധിയായ മരുന്ന് നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന രീതിയിൽ നിരവധിയായ മരുന്നുകൾ നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ അസുഖം പറഞ്ഞ് മരുന്ന് മേടിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന അനാവശ്യമായ മരുന്നുകൾ വളരെയധികം ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. നമ്മൾ ഇത്തരത്തിൽ അനാവശ്യമായ വ്യായാമം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യായാമം ഇല്ലാതിരിക്കുമ്പോൾ അതും നമ്മുടെ ലിവറിനെ പ്രധാനമായിട്ട് ബാധിക്കും. അപ്പോൾ കരളിന്റെ കരളെ എന്ന് വിളിക്കുന്നതിന് മുമ്പേ തന്നെ കരളിന്റെ ആരോഗ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ മാക്സിമം ആളുകളൊക്കെ ഷെയർ ചെയ്യുക. നന്ദി.